അതായത് ചെറുപ്പത്തിലെ ഞങ്ങൾ നല്ല അടിയൊക്കെ ആയിരുന്നു. പിന്നെ വരുമ്പം വളർച്ചയാകുമ്പം ഞങ്ങളൊരു ഏജ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആൾ കുറച്ചും കൂടി പക്വതയല്ലോ. അപ്പോൾ പിന്നെ അപ്പനും അമ്മേനേക്കാളും കൂടുതൽ കെയർ ചെയ്യുന്നത് ചേട്ടൻ തന്നെയായിരുന്നു. വിപിൻ പ്രസാദ് എന്ന ഞാൻ, ജെറുഷ ഫ്രാൻസിസ് എന്ന നിന്നെ, ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം ഇപ്പോൾ മുതൽ എന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു. പിന്നെ ചെറുപ്പത്തിൽ തന്നെ ആള് അബ്രോഡ് പോയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രോബ്ലം സോൾവർ ആയിരുന്നു ആള്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പനമ്മേൻ്റെ അടുത്തും പറയണേക്കാൾ കൂടുതലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം പെട്ടെന്ന് നമുക്ക് പോയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ചേച്ചിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കൂടെ എന്തായാലും ചേട്ടൻ ഉണ്ടാവും എന്നുള്ളൊരു പ്രോമിസ് നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റും. രണ്ട് കുടുംബത്തിലും കർത്താവേ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ഒരു സന്തോഷകരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Father, I said till death do us part, I want to mean it with all of my heart. Help me to love you more than For this cause shall a man leave his father and mother. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. നാമത്തിൽ ഞാൻ വിപിൻ പ്രസാദിനോട് ചോദിക്കുന്നു, നിന്റെ സമീപത്തിൽ ജെറുഷ ഫ്രാൻസിസ് എന്ന യുവതിയെ നിന്റെ ഭാര്യ heart I pray. ആദം ഹവ്വായെ യോജിപ്പിച്ചവനായ ദൈവം ഇവരെ തമ്മിൽ യോജിപ്പിക്കുമാറാകട്ടെ. And will bring you glory. ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, വിപിൻ പ്രസാദ് എന്ന ഈ യുവാവും ജെറുഷ ഫ്രാൻസിസ് എന്ന ഈ യുവതിയും തമ്മിൽ ഇന്നേ ദിവസം ഇവിടെ വെച്ച് പരസ്പരം സ്വീകരിച്ച് അവർ ചെയ്ത ഉഭയസമ്മത വാചകം മുഖാന്തരം അവരിരുവരും ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്ന വിവരം ഞാൻ ഇതിനാൽ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും എന്റെ ജ്യേഷ്ഠനും ഞങ്ങൾ ജനിച്ച നാളെ മുതൽ ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞ അപ്പനമ്മ, ഞങ്ങൾ 2 മക്കൾ മാത്രമല്ല, ഞങ്ങളുടെ അമ്മച്ചിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഏതൊരു ഉയർച്ചയിലും താഴ്ചയിലും ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മച്ചിക്ക് ഒത്തിരി സന്തോഷമുള്ള, ഒത്തിരി ആഗ്രഹിച്ച സ്വപ്നം കണ്ടിട്ടുള്ള പറഞ്ഞ വിവാഹം. പക്ഷെ ദൈവം സമയം കൊടുത്തില്ല. എങ്കിലും ദൈവത്തോളം നന്ദി ചെയ്തു. അമ്മച്ചിയുടെ കരച്ചിലും ഒക്കെയാണ് ഞങ്ങൾ ഇന്ന് ഈ രീതിയിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹവും നോക്കുന്നു. അമ്മച്ചിയും കൂടെ ഒക്കെയാണ്. ചേച്ചി പാവാണ്, ഭയങ്കര സൈലൻ്റാണ്. സംസാരിച്ചൊന്ന് കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാലാണ് ചേച്ചി പിന്നെ കുറച്ചും കൂടി സംസാരിക്കുക. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ചേച്ചി തന്നെ സംസാരിക്കില്ലായിരുന്നു. നമ്മുടെ ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ എല്ലാവരും അങ്ങനെ ചാടിക്കയറി സംസാരിക്കണമായിരുന്നു. ഇപ്പോൾ പിന്നെ ചേച്ചി ഞങ്ങളുടെ കൂട്ടത്തിലായി. ചേച്ചി നന്നായി സംസാരിക്കും, കുഴപ്പമൊന്നുമില്ല. പാവാണ് ആള്. അതായത് ഒരു കെയർ ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടായിട്ട് ഇത്ര നാളത്തെ ഒരു ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. കുഴപ്പമില്ല. Serve her, will bring you glory today. I pray to hear her heart. I pray she'll love you more. I pray to cherish and serve her, will bring you glory today. ചേട്ടനും ചേച്ചിക്കും ഹാപ്പി മാരീഡ് ലൈഫ്.
this is my prayer.